ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് CSEBയിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് വാസ് ഇൻ ദ ഇയർ. ഇപ്പം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏത് വർഷമാണ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്യുന്നത്? എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ളതാണ്. എന്നാണ്? 1793. Next question. Name the society which is permitted to give a dividend to its nominal members. അപ്പോൾ ഏത് സൊസൈറ്റിയാണ് അതിൻ്റെ നോമിനൽ മെമ്പേഴ്സിനും ഡിവിഡൻഡ് കൊടുക്കുന്നത്? അത് കേരള ബാങ്കാണ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. സിമ്പതൈസർ മെമ്പർഷിപ്പ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ്. സിമ്പതൈസർ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. The maximum amount of assistance to be given to a member of a cooperative under member relief scheme. അപ്പം മെമ്പർ റിലീഫ് സ്കീം അനുസരിച്ചിട്ട് ഒരു കോപ്പറേറ്റീവ്സിന് മെമ്പറിന് കൊടുക്കുന്ന മാക്സിമം എമൗണ്ട് ഓഫ് അസിസ്റ്റൻസ് എത്രയാണ്? 50,000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരഫെഡ് ഈസ് ആൻഡ് ഡാഷ് സൊസൈറ്റി. കേരഫെഡ് എന്ന് പറയുന്നത് എന്ത് സൊസൈറ്റിയാണ്? ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് ആണോ, അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് ആണോ, അഗ്രോ ഇൻഡസ്ട്രിയൽ ആണോ? നൺ ഓഫ് ദീസ്. ഏതാണ്? കേരഫെഡ് എന്ന് പറയുന്നത് എന്ത് സൊസൈറ്റിയാണ്? അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റി. നെക്സ്റ്റ്. സെക്കൻഡ് ഫേസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ്സ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഈസ് നൗ ഇംപ്ലിമെൻറ്റിംഗ് ഇൻ ദ റവന്യൂ ഡിസ്ട്രിക്ട്സ് ഓഫ് ഇടുക്കി, പാലക്കാട് ആൻഡ് തൃശ്ശൂരാണല്ലേ? തൃശ്ശൂർ. ഇപ്പം നമ്മൾ പറഞ്ഞത് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ് ചെയ്യുന്നത് 1793. ഡിവിഡൻഡ് കൊടുക്കുന്നത്, നോമിനൽ മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നത് കേരള ബാങ്കാണ്. സിമ്പതൈസർ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫീച്ചറാണ്. ദെൻ കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് സ്കീമിൽ ഒരു മെമ്പറിന് കൊടുക്കുന്ന മാക്സിമം എമൗണ്ട് ഓഫ് അസിസ്റ്റൻസ് 50,000 കേരഫെഡ് എന്ന് പറഞ്ഞാൽ അത് അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റിയാണ്. ദെൻ ICDP, അതാണ് ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. സെക്കൻഡ് ഫേസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇടുക്കി, പാലക്കാട് ആൻഡ് തൃശ്ശൂർ 3 ജില്ലകളിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു SPCS? അതായത് സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ബന്ധമില്ലാത്തത് ഏതെന്നാണ്? അതൊരു പ്രൈമറി സൊസൈറ്റി. ദെൻ ഇന്ത്യ പ്രസ്, നാഷണൽ ബുക്ക് സ്റ്റോൾ, ഫെഡറൽ സൊസൈറ്റി. അപ്പോൾ ഇതിൽ ബന്ധം ഇല്ലാത്തത് ഏതാണ്? ഫെഡറൽ സൊസൈറ്റി എന്നുള്ളതാണ് ബന്ധം ഇല്ലാത്തത്. ബാക്കി SPCS ഒരു പ്രൈമറി സൊസൈറ്റിയാണ്. അതിൻ്റേതാണ് ഇന്ത്യ പ്രസ്, നാഷണൽ ബുക്ക് സ്റ്റോളൊക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്കറിയാം അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ്. അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളാണ് ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദ സ്കീം കെയർ കേരള ഈസ് എ കോമ്പിനേഷൻ ഓഫ് 3 സബ് പ്രോഗ്രാംസ് സച്ച് ആസ് കെയർ ഹോം, കെയർ ലോൺ ആൻഡ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് കെയർ ഗ്രേസ്, മുറ്റത്തെ മുല്ല, ലൈഫ് പ്ലസ്. ഏതാണ്? കെയർ ഗ്രേസ് ആണ്. ദെൻ ഫ്രം എമംഗ് ദി ഫോളോയിങ് വിച്ച് വൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ബന്ധമുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻസ് കൈരളി, സുരഭി, ത്രിവേണി, കോപ്റ്റെക്സ്. ഏതാണ്? സുരഭിയാണ്, സുരഭി. അപ്പോൾ കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെയാണ് സുരഭി. ദെൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി? NCDC, NDDB, NCCF, NCCT. ഇതിലേതാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം
NCCF, National Cooperative Consumer Federation. Then Chitosan is a product of SC, ST Fed, Carafed, Camco, മത്സ്യഫെഡ്. ചിറ്റോസൻ ഏതിൻ്റേതാണ്? മത്സ്യഫെഡിൻ്റേതാണ് ചിറ്റോസൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെൻട്രൽ സൊസൈറ്റി? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് സെൻട്രൽ സൊസൈറ്റി? അത് RCMBU ആണ്. റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? ദ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്ത വർഷം നമുക്കറിയാം 1793 ദെൻ നോമിനൽ മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്ന സൊസൈറ്റി കേരള ബാങ്കാണ്. സിമ്പതൈസർ മെമ്പർഷിപ്പ് എന്നുള്ളത് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്പെഷ്യാലിറ്റിയാണ്. ഒരു കോപ്പറേറ്റീവ്, അതായത് മെമ്പർ ലൈഫ് സ്കീമിൽ ഒരു മെമ്പറിന് കൊടുക്കുന്ന മാക്സിമം എമൗണ്ട് 50,000 ആണ്. കെയർഫെഡ് എന്ന് പറഞ്ഞാൽ അത് അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റിയാണ്. ദെൻ ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ സെക്കൻഡ് ഫേസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന റവന്യൂ ഡിസ്ട്രിക്ട്സ് ഇടുക്കി, പാലക്കാട് ആൻഡ് തൃശ്ശൂരാണ്. SPCSുമായിട്ട് ബന്ധമില്ലാത്തത് ഇതിൽ ഫെഡറൽ സൊസൈറ്റിയാണ്. ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളാണ്. ദ സ്കീം കെയർ കേരള എന്ന് പറയുന്നത് 3 സബ് പ്രോഗ്രാമുകളായിട്ടുള്ള കെയർ ഹോം, കെയർ ലോൺ, കെയർ ഗ്രേസിൻ്റെ കോമ്പിനേഷനാണ്. ദെൻ കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ബന്ധമുള്ളത് സുരഭി. ഇതിന് താഴെ തന്നിരിക്കുന്നതിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ചോദിച്ചത് അത് NCCF ആണ്. ചിറ്റോസൻ എന്ന് പറഞ്ഞാൽ മത്സ്യഫെഡിൻ്റെ പ്രോഡക്റ്റാണ്. താഴെ തന്നിരിക്കുന്നതിൽ സെൻട്രൽ സൊസൈറ്റി അത് RCMBU ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇത്രയാണ്. താങ്ക് യു.